പോയി കടലിൽ പോയി സ്നാനം ചെയ്തു. അത് കഴിഞ്ഞിട്ട് 5:30ക്കാണ് തീർത്ഥക്കിണറൊക്കെ ഓപ്പൺ ആവുക. 22 കിണർ ആ അമ്പലത്തിന്റെ ഉള്ളിലുണ്ട്. ആ 22 കിണറിലെയും വെള്ളം നമ്മുടെ തലയിൽ കൂടെ ഒഴുക്കി കേട്ടോ. നമുക്കത് പൈസ 25 റുപ്പീസ് കൊടുത്താൽ മതി. പിന്നെ അവിടെ ഏജന്റ് ഉണ്ടെങ്കിൽ 125. നല്ല രസമാണ്. ഏറ്റവും കൂടുതൽ കടലിൽ സ്നാനം ചെയ്യണേക്കാട്ടിലും 22 കിണറത്തെ വെള്ളം ഇങ്ങനെ ഒഴിക്കുമ്പോൾ ശരിക്കും ഒരു നല്ലൊരു ആക്ടിവിറ്റി ആയിരുന്നു. അമ്പലം അത്രയും റൗണ്ട് അടിച്ചു. രാമേശ്വരം അമ്പലവും ധനുഷ്കോടിയാണ് അവിടുത്തെ മെയിൻ. ബാക്കിയൊക്കെ മനുഷ്യൻ ക്രിയേറ്റ് ചെയ്ത സംഭവങ്ങളാണ്. സോ അതിലൊന്നും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. തൊഴുത് നേരെ ധനുഷ്കോടിക്കാണ് പോയത്. നമ്മുടെ പ്രകൃതി ഒരുക്കിയ ഒരു മാജിക്. ഒരു സൈഡ് അലയുള്ള കടലും മറ്റേ സൈഡ് അലയില്ലാത്ത കടലും. ഇന്ത്യൻ ഓഷനും ബേ ഓഫ് ബംഗാളും ആണ് കേട്ടോ. അത് കാണേണ്ട ഒരു മാജിക് തന്നെയാണ്. പ്രകൃതി തനിയെ ക്രിയേറ്റ് ചെയ്തൊരു സംഭവമാണ്, ഒരിക്കലും കൂട്ടിമുട്ടാത്തത്. അങ്ങനെ ഇന്ത്യയുടെ അതിർത്തിയിലെത്തി. ഞാൻ നല്ല സന്തോഷമായിരുന്നു കേട്ടോ. നമ്മൾ ഇന്ത്യക്കാരാണെങ്കിൽ മസ്റ്റായിട്ട് കാണേണ്ട ഒരു പ്ലേസ് തന്നെയാണ് കേട്ടോ. പിന്നെ എനിക്ക് അവിടുന്ന് തിരിച്ചു പോരുമ്പോൾ ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ആ പ്ലേസ് എനിക്ക് അത്ര ഇഷ്ടമായി. അപ്പോൾ അത്രയേ ഉള്ളൂ.